റമദാൻ അക്രോസ് ദ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഷാഫർ ബഷീർ ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മുടെ കൂടെ ചേരുന്നത്. നമുക്ക് നമ്മുടെ അതിഥി നമ്മുടെ കൂടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാഫർ ബഷീർ അല്ലേ നിങ്ങളുടെ പേര്? അതെ അതെ അതെ. ഒരു പുതുമയുള്ള പേരാണ്. നമ്മളിങ്ങനെ പിന്നെ മുഹമ്മദ് അഹമ്മദ് അതല്ലെങ്കിൽ നമ്മളൊക്കെ ഈ പേര് പറയുന്നത് പോലെ ഉള്ളൊരു പേരല്ല. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇട്ട പേരല്ലല്ലോ, നാട്ടിൽ നിന്ന് തന്നെ ഇട്ട പേരല്ലേ? തീർച്ചയായും ബർത്ത് സർട്ടിഫിക്കലും ഇതേ പേര് തന്നെയാ. തന്നെയല്ലേ? ഓക്കെ, മാഷാ അല്ലാ, നല്ല പേര്. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, വയ്യാക്ക്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നാട്ടിലെവിടെയാ? നാട്ടിലെ കൂട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുണ്ടക്കയം കേട്ടിട്ടുണ്ടാവും. മുണ്ടക്കയം. ഉണ്ട്, മുണ്ടക്കയം. ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല. അതെ അതെ. അതെ. കോട്ടയം ജില്ല. കോട്ടയാണ്. അല്ല, അത് കോട്ടയം കോട്ടയം ഇടുക്കി ജില്ല. ബോർഡറാണിത്. ആ. ആ. ഓക്കെ. പിന്നെ ഇപ്പോൾ ഫാമിലി ആയിട്ടാണോ, ഒന്നിച്ചാണോ, അതല്ല നിങ്ങൾ ഒറ്റക്കാണോ അവിടെ? അല്ല, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നപ്പോൾ മുതൽ നമ്മൾ ഫാമിലി ആയിട്ട് ഒരുമിച്ചാണ് വന്നത്. 2010 ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ഫാമിലി ഫുൾ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ. ആരൊക്കെയാണ് കൂടെ ഉള്ളത്? അപ്പോൾ ഞാൻ, വൈഫ്, പിന്നെ 3 കുട്ടികൾ. 3 കുട്ടികൾ. ഓക്കെ. അവിടെ എന്താണ് ബഷീർക്ക ജോലി എന്താണ്? ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ ബേസിക്കലി ആ. ഞാൻ പക്ഷേ പ്രോജക്ട് പ്ലാനിങ്ങിൽ ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. നാട്ടിലും അതേ ജോലി തന്നെയായിരുന്നു? നാട്ടിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ നാട്ടിലൊരു 3 വർഷം ജോലി ചെയ്ത് അതിനുശേഷമാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. ഈ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ എത്താനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ഓസ്ട്രേലിയ എത്താൻ ഒരു പ്രത്യേക സാഹചര്യം. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ മനസ്സിലൊരു നിയ്യത്തുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റണം, നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാവണം, ലൈഫ് സ്റ്റൈൽ നന്നാവണം, കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റണം, പിന്നെ കുറച്ചുകൂടെ നല്ല ഫെസിലിറ്റീസ് കിട്ടണം നമ്മുടെ നാടിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും. അപ്പൊ അങ്ങനെ ഒരു നിയത്ത് പണ്ടേ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ടാർഗറ്റ് ഇട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഗൾഫിലേക്കാണ് ആദ്യം പോയത്. അതിനുശേഷമാണ് ഇത് പെർമനന്റ് സ്കിൽ മൈഗ്രേഷനിൽ ഇങ്ങോട്ട് 2010 വരുന്നത്. ഓക്കെ, ഓസ്ട്രേലിയയിൽ എവിടെയാണ് കറക്റ്റ് നിങ്ങളെ ഒരു പ്ലേസ് പറയുകയാണെങ്കിൽ? മെൽബൺ ആണ്. മെൽബണിലെ ഗ്രീൻവേൽ എന്ന് പറയുന്ന ഒരു സബർബിലാണ് ഞാൻ താമസിക്കുന്നത്. സബർബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ പഞ്ചായത്ത് എന്നൊക്കെ പറയൂലേ, എന്ന് പറയുന്ന പോലെ മെൽബൺ, ഗ്രേറ്റർ മെൽബണിന്റെ പാർട്ടായ ഒരു സബർബാണിത്. ഓക്കെ, മെൽബൺ ഗ്രീൻവേൽ അവിടുത്തെ എന്നതിന്റെ പേര്. ക്യാപിറ്റൽ അല്ലേ മെൽബൺ അല്ലേ? അല്ലല്ല, ക്യാപിറ്റൽ ക്യാൻബറയാണ്. കാൻബറ. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ക്യാൻബറയാണ്. അത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന വേറൊരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിനുള്ളിൽ ചെറിയ ഒരു എക്സ്ട്രാ സ്റ്റേറ്റ് ഇവർ പുതിയത് ഫോം ചെയ്തതാണ്. കാരണം ഇത് വളരെ രസകരമാണ്. സിഡ്നിയും മെൽബണും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വന്നു, ആര് ക്യാപിറ്റൽ ആവുമെന്ന്. അപ്പൊ രണ്ടുപേർക്കും വേണ്ട, പുതിയ ഒരെണ്ണം ഉണ്ടാക്കാന്ന് പറഞ്ഞവര് ACT എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടാക്കി അതിൽ ക്യാൻബറ ക്യാപിറ്റൽ ആയിട്ട് കൊടുത്തു. ഓക്കെ, നമ്മൾ സിഡ്നി മെൽബണിനൊക്കെ ക്രിക്കറ്റ് അതേപോലെ തന്നെ ടെന്നീസ് അതെ ഇതിലൊക്കെ അതെ. നമ്മൾ അറിയപ്പെട്ട പിന്നെ സ്റ്റേഡിയങ്ങളുള്ള സ്ഥലങ്ങളാണ് തീർച്ചയായും പട്ടണങ്ങളിലൊക്കെ. തീർച്ചയായും. ഓക്കെ ഓക്കെ. എന്താണ് അവിടുത്തെ ഒരു ജീവിത ശൈലി എന്താണ്? അൽഹംദുലില്ലാ, നല്ലൊരു ശാന്തമായ ജീവിതശൈലിയാണ് ഇവിടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പൊതുവെ. നല്ല കുടുംബജീവിതവും ഉണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേറെ ഒന്നും നോക്കാനില്ലാത്ത രീതിയിലുള്ള ഒരു ലൈഫ് കുറച്ച് ആൾക്കാർക്കുണ്ട്. പക്ഷേ ഭൂരിഭാഗവും നല്ല ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, ശാന്തമായ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ വർക്കിംഗ് സിസ്റ്റവും അങ്ങനെ തന്നെയാണ്. അവർ വളരെ സപ്പോർട്ടീവാണ് ആ ഒരു കാര്യത്തിനായിട്ട്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരാനുള്ള ഒരു റീസണും അതാണ്. ശരിക്കും നമുക്ക് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടാനും കൂടെ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. ഗൾഫിൽ എവിടെ പോയത്? ഗൾഫിൽ ഞാൻ 3 രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ എല്ലാം കൂടെ ഒരു 4 വർഷം ഉള്ളായിരുന്നു. സൗദി അറേബ്യയിലാണ് തുടങ്ങിയത് 2001. പിന്നെ 2002 ഖത്തറിൽ വന്ന് 2003, 2004 പിന്നെ 2003 തിരിച്ച് നാട്ടിൽ വന്നിട്ട് 2004 to 2006 ദുബൈയിലായിരുന്നു. അങ്ങനെ 3 രാജ്യങ്ങളിൽ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കൂടുതൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അല്ലേ? അതെ അതെ. ഓസ്ട്രേലിയ ഇപ്പോൾ വന്നിട്ട് 15 വർഷം കഴിഞ്ഞു. മലയാളികളൊക്കെ ഒത്തിരി ഉണ്ട് അവിടെ. ഇഷ്ടം പോലെ മലയാളികളുണ്ട്. നല്ലൊരു സമൂഹമാണ്. എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പ്രൊഫഷണൽസ് ഉണ്ട്, അല്ലാത്തവരുണ്ട്, പിന്നെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമുള്ള, അതായത് എല്ലാവിധ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ. ഓക്കെ. കോട്ടയം താഴത്തേങ്ങാടിക്ക് ഇറങ്ങിയതുപോലെ ഉണ്ടാവുമോ വെക്കേഷനിലൊക്കെ ഇറങ്ങിയാൽ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇത് നമ്മൾ ഗൾഫ് പോലല്ല. ഗൾഫ് പോലെ നമുക്ക് ഒരിടത്ത് എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റൂല. എല്ലാവരും സ്കാറ്റേർഡ് ആണ്. പിന്നെ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടും. അങ്ങനെയാണല്ലേ? അങ്ങനെയുള്ളൂ. അല്ലാതെ ഒരിടത്ത് പോയാൽ കുറേ മലയാളികളെ അങ്ങനെ കാണാം, അല്ലെ കുറേ ഇന്തോനേഷ്യക്കാരെ അങ്ങനെ കാണാം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ എല്ലാവരും ഒരു പൊതുവെ ഒരു മിക്സഡ് സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് ഓസ്ട്രേലിയയിൽ പൊതുവേ ഉള്ളത്, പ്രത്യേകിച്ചും മെൽബണിലും സിഡ്നിയിലും.
റമദാനിലാണ് നമ്മൾ അതെ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും. എങ്ങനെയാണ് അവിടുത്തെ റമദാൻ വിശേഷങ്ങൾ? റമദാൻ അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ റമദാനിലെത്തി. അപ്പോൾ ആദ്യം പീസ് റേഡിയോയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ ആദ്യമേ അർപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ ഏറ്റവും മഹത്തായ ഒരു വലിയൊരു നിയമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ നമ്മൾ എത്തിച്ചതിൽ ആദ്യം റബ്ബിന് സ്തുതി പറയുന്നത്. പിന്നെ റമദാൻ വളരെ എന്താ അത്ര ഈസി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ സമ്മറിലാണ് നമ്മളിപ്പോൾ റമദാനിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് സമ്മറിൽ ലോങ് ഡേയ്സ് ആണുള്ളത്. നമുക്ക് ആവറേജ് ഒരു 14.5 to 15 hours നമുക്ക് നോമ്പുണ്ട്. അപ്പോൾ രാവിലെ ഒരു 5:30 സുബഹി തുടങ്ങും, സുബഹി ബാങ്ക് വിളിക്കും. പിന്നെ മഗ്‌രിബ് ബാങ്ക് ഒരു ഇപ്പോൾ ഒരു 8 മണിക്കാണ്. അപ്പോൾ ഏതാണ്ട് ഇത്രയും സമയമുണ്ട് ഇപ്പം നിലവിൽ. പക്ഷേ മറ്റു കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേനും ഇവിടുത്തെ വെതർ ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല വെതറാണ്. ഭയങ്കരമായ ചൂടോ ഭയങ്കരമായ തണുപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയൊരു ദാഹം അങ്ങനെയുള്ള ഒരു ഇതൊന്നും നമുക്ക് ഗൾഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ നമുക്ക് ജോലി സംബന്ധമായിട്ടാണെങ്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് പൊതുവെ. ഞാൻ ഗൾഫിൽ പോവാനുള്ള സമയത്ത് വളരെ സ്ട്രെസ്ഫുൾ ഒരു ലൈഫായിരുന്നു. അപ്പം ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ കംപ്ലീറ്റ് മാറി നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ബാലൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ വീട്ടിലാണെങ്കിലും കുട്ടികളുടെ പഠിത്തമാണെങ്കിലും നമ്മുടെ ജോലി ആണെങ്കിലും വളരെ ഫ്ലെക്സിബിലിറ്റി ഇവർ അനുവദിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോൾ നമുക്ക് നമസ്കരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നോമ്പ് പിടിക്കുന്നതിനാണെങ്കിലും യാതൊരു പ്രശ്നങ്ങളുമില്ല. എല്ലാത്തിനും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ പൊതുവെ ഉള്ളത്. അതുകൊണ്ട് റമദാൻ അൽഹംദുലില്ലാ വളരെ ഹൈറായിട്ട് പോകുന്നു. എനിക്ക് നാട്ടിലും കൂടുതൽ ഇഷ്ടം റമദാൻ ഇവിടെ ആഘോഷിക്കുന്നതാണ് ശരിക്ക്. കാരണം നമുക്ക് അത് ആ ഒരു നല്ലൊരു ഒരു 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 എന്താ പറയുക ഒരു ഇഖ്ലാസ് നമുക്ക് ശരിക്കും നമ്മുടെ ഓരോ വിഭാഗത്തിൽ നമുക്ക് ഫീൽ ചെയ്യും പല കാര്യങ്ങളിലും. കാരണം ഒത്തിരി സ്ട്രെസ്ഫുൾ അല്ലാത്തതുകൊണ്ട് നമുക്കിതിൽ ഓക്കെ. കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം റമദാൻ എല്ലാം കൊണ്ടും ആൾക്കാർ വളരെ സന്തോഷവാന്മാരാണ്. പിന്നെ ഇപ്പോൾ ആകെ നമുക്ക് ഒരു സങ്കടം എന്നുള്ളത് നമ്മുടെ സഹോദരങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഈ കാണുന്ന ആ ഒരു സങ്കടം മാത്രമേ നമുക്ക് മെയിനായിട്ടുള്ളൂ. അല്ലാതെ അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും റമദാൻ വളരെ വളരെ എന്താ പറയുക സുഖസുന്ദരമാണെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. പള്ളിയൊക്കെ അടുത്തുണ്ടോ? നിസ്കാരത്തിനും ജുമുഅക്കൊക്കെ? ആ ഉണ്ട്. നമ്മൾ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു മുസ്ലിം പ്രിഡോമിനൻ്റ് ഏരിയയാണ്. അപ്പോൾ ഇഷ്ടംപോലെ പള്ളികളുണ്ട്. ഞാൻ ഇപ്പോൾ പള്ളിയിൽ പോകുന്ന പള്ളിയുടെ പേര് HIYC എന്നാണ്, ഹ്യൂം ഇസ്ലാമിക് യൂത്ത് സെൻറ്റർ എന്ന് പറഞ്ഞ്. അതൊരു മോദാനെ മോസ്ക് ഒരു പള്ളിയേക്കാൾ ഉപരി ഒരു ഇസ്ലാമിക് സെൻ്ററാണത്. അപ്പോൾ പൊതുവേ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നമ്മൾ പള്ളിയിലും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ഇസ്ലാമിക് സെൻ്റർ ആയിരിക്കും. അപ്പോൾ അവിടെ എല്ലാം ഉണ്ടാവും. നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, നമ്മുടെ ഇഫ്താറുകൾ ഉണ്ടാവും, ബാക്കി കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, മദ്രസകൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പോകുക എന്നുള്ള ഒരു സിറ്റുവേഷനില്ല. അതാണ് എനിക്ക് വളരെ റാഹത്തായിട്ട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് പല കാര്യത്തിലും. ഓക്കെ. അതിലേ ഒരു സംസാരത്തിൽ കേട്ടിട്ടുണ്ട്, നമ്മുടെ പള്ളികളിനോടനുബന്ധിച്ച് ഈ കളിസ്ഥലങ്ങൾ അതേപോലെ തന്നെ അതെ, കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാണോ അതൊക്കെ? അത് ഉള്ളതാണ്. എല്ലായിടത്തും അവരത് അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമസ്കരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും എല്ലാ പള്ളികളിലും ഉണ്ട്. ഒരു പള്ളി പോലും അങ്ങനെ ഇല്ലാത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മുടെ സബ് കോണ്ടിനന്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചില പള്ളികളിൽ മാത്രമാണ്. അത് വളരെ അത് എണ്ണം പറയാൻ പോലും ഇല്ല, വളരെ വിരലെണ്ണാവുന്നേ ഉള്ളൂ. ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സിറ്റുവേഷൻ ഇല്ലാത്തത് അങ്ങനെ വളരെ ചുരുക്കമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും എല്ലാ ഫെസിലിറ്റീസും അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കളിസ്ഥലങ്ങളാണെങ്കിലും അവർ അതിന്റെ കൂടെ തന്നെ ഈ സ്പോർട്സ് സെന്റേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ മാർഷ്യൽ ആർട്സ് സെന്റേഴ്സ്. ഇപ്പൊ ഞാൻ ഈ പോകുന്ന ഈ പള്ളികൾ അതിന്റെ ഭാഗമായിട്ട് മാർഷ്യൽ ആർട്സ് സെന്റർ വരെയുണ്ട്. അപ്പൊ കുട്ടികളെ ഈ പള്ളിയുമായിട്ട് എൻഗേജ് ചെയ്ത് കൂടുതൽ നിർത്താനും യൂത്ത് ആൾക്കാരെ വഴിപഴച്ചു പോകാതെ അവരെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തി പക്ഷേ അവരുടെ എനർജി ശരിക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡെയിലി ആക്ടിവിറ്റീസ് ഓൾമോസ്റ്റ് ഉണ്ട് നമുക്ക് അൽഹംദുലില്ലാ. ഓക്കെ. റമദാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഇഖ്ലാസോട് കൂടി നമ്മൾ റമദാനെ സ്വീകരിക്കണമെങ്കിൽ ആരാധനകൾ നമുക്ക് ശരിയാവണം. അപ്പോൾ അതെ. പള്ളി ബേസ് ചെയ്തിട്ടുള്ള ആരാധനകൾ നമുക്കറിയാം, ജമാഅത്ത്, അതേപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ, അതൊക്കെ എങ്ങനെ എത്രത്തോളം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അവിടെ, എങ്ങനെയുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാ. എന്തുകൊണ്ടും ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് റമദാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് ഇവിടെ തന്നെ കൊണ്ടാടാനാണ്. ഈവൻ പെരുന്നാൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ കൊണ്ടാടാനാണ് നാടിനേക്കാൾ ഉപരി എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് എപ്പോഴും താല്പര്യം. കാരണം അതിന് ഈ ഒരു സംഭവം, അതായത് നമ്മൾ നമസ്കാരങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്താ പരിശുദ്ധ ഖുർആൻ ശരിക്കും പഠിച്ച് അതിൻ്റെ മീനിങ് സഹിതം മനസ്സിലാക്കി, ഈവൻ അത് മനസ്സിലാകാത്തവർക്ക് അത് ഇതിൽ കാണിക്കുന്ന നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന സിറ്റുവേഷൻ വരെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പള്ളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
നമ്മളത് കേൾക്കുമ്പോൾ തന്നെ ഖുറാൻ കേൾക്കുമ്പോൾ തന്നെ നമ്മളത് ശരിക്കും അതിൽ ലയിച്ച് നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ചടങ്ങ് തീർത്തിട്ട് പോകുന്നതിന് ഉപരി നമ്മൾ പൊതുവെ കണ്ടേക്കുന്നത് അങ്ങനെയാണ്. ഈ 20 റക്അത്തൊക്കെ അടിച്ചു വിട്ട് നിസ്കരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊരു ജസ്റ്റ് ഒരു ചടങ്ങ് നിർവഹിച്ച് പോകാന്നുള്ള ഒരു ഫീലിംഗേ ഉള്ളൂ. പക്ഷെ നമുക്ക് അൽഹംദുലില്ലാ ശരിക്കും നമുക്കത് ആസ്വദിച്ച് നമസ്കാരത്തിന്റെ ആ മാധുര്യവും പരിശുദ്ധ ഖുർആന്റെ മാധുര്യവും നമുക്ക് ശരിക്കത് ആസ്വദിച്ച് നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മാഷാ അല്ലാ. ഈ നോമ്പ് തുറയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടും അവിടെയൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നന്നാവും. നോമ്പ് തുറ നമുക്കിപ്പോ അതെല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെ തന്നെയാണല്ലോ. ഇപ്പൊ നോമ്പ് തുറ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന, ഇപ്പൊ നാട്ടിൽ ഓർഗനൈസ് ചെയ്യുന്ന ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഫുഡിന്റെ കാര്യത്തിൽ മാത്രം ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇവിടെ ഒരു മിക്സഡ് കൾച്ചർ ആയതുകൊണ്ട് നമുക്ക് എല്ലാ തരം ഫുഡുകളും കിട്ടും. ഇപ്പൊ കേരള ടൈപ്പ് വേണമെങ്കിൽ അത് കിട്ടും. ഇപ്പൊ നമുക്കൊക്കെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഓസ്ട്രേലിയൻ മലയാളി ഇസ്ലാമിക് ഓർഗനൈസേഷൻ അസോസിയേഷൻ, ആമിയ എന്ന് പറയും. ആമിയ വിക്ടോറിയ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു മലയാളി മുസ്ലിം ഓർഗനൈസേഷനാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കേരള വിഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യും. പക്ഷെ അല്ലാതെ നമ്മൾ മറ്റ് ഇതിൽ പള്ളികളിലൊക്കെ ചിലയിടത്തൊക്കെ ചെയ്യുമ്പോഴത്തേനും അത് ചിലപ്പോൾ മിഡിൽ ഈസ്റ്റേൺ ആവാം, അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ ആവാം, ആ ടൈപ്പുള്ള പല പല മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ അതെല്ലാവരും ആസ്വദിക്കുന്നുണ്ട് ശരിക്കും അത്. വീടുകളിലാണോ അതല്ല ഇപ്പോൾ ഇഫ്താറൊക്കെ അത് പള്ളിയിൽ വെച്ചിട്ടാണോ നടക്കുന്നത്? ഇഫ്താർ കൂടുതലും പള്ളികളിൽ കുറവാണ്. പക്ഷേ നമ്മൾ ഈ ചില സെന്റേഴ്സ് ഹയർ ചെയ്യും. ഇവിടെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ട്, അത് ഹയർ ചെയ്തിട്ട് അവിടെയാണ് പൊതുവെ ഇഫ്താറൊക്കെ നടക്കാറ്. പിന്നെ ചില പള്ളികളിൽ എപ്പോഴൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇഫ്താറുകൾ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ സിറ്റി കേന്ദ്രീകരിച്ച് ഇപ്പം മെൽബൺ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട്, മെൽബൺ CBDയിൽ, മെൽബൺ സിറ്റി ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ ഒരു പള്ളിയുണ്ട്, ജഫ്കോട്ട് മസ്ജിദ് എന്നറിയപ്പെടുന്നത്, ജഫ്കോട്ട് മോസ്ക്. അപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക് കൗൺസിൽ ഓഫ് വിക്ടോറിയയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണത്. അപ്പൊ അവിടെ എല്ലാ ദിവസവും അവര് നോമ്പ് തുറ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ടാർഗറ്റ് ചെയ്യുന്ന അവിടുത്തെ ഒത്തിരി ഈ സ്റ്റുഡൻസ് ഉണ്ട്, സിറ്റിയിൽ താമസിക്കുന്ന ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വീടുകളില്ല, പോകാൻ സ്ഥലമില്ല. അങ്ങനെയുള്ളവരെ ഇത് ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് നോമ്പ് തുറ എല്ലാ ദിവസവും അവരവിടെ അൽഹംദുലില്ലാ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളീയ ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട്, എന്നാലും ആസ്ട്രേലിയയിൽ ഒരു പൊതുവെ ഒരു ഫുഡ് ഉണ്ടാവുമല്ലോ ഓരോ നാടിനും. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡുണ്ടോ? ഇല്ല, അതാണ് രസം. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവർക്ക് അങ്ങനെ കൂടുതൽ വെറൈറ്റീസ് ഒന്നുമില്ല. ഇവർക്ക് ഈ ബീഫ് സ്റ്റേക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ ഇറച്ചി വെച്ചിട്ടുള്ള ബാർബക്യൂ, അതിന്റെ ടൈപ്പ്, പിന്നെ ബർഗേഴ്സ്, അങ്ങനെയുള്ള സംഗതികളാണ് ഇവരുടെ നോർമൽ ഫുഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ആൾക്കാർ അവരുടേതായ കോൺട്രിബ്യൂഷനാണ് ശരിക്കും ഈ ഇത്രയും വെറൈറ്റി ഓഫ് ഫുഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് എല്ലാ ടൈപ്പും നമുക്ക് ഇവിടെ കിട്ടും. ഓസ്ട്രേലിയയുടെ എന്ന് പറയാനായിട്ട് ഒരു പ്രത്യേക ഫുഡ് ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മളെ അറബി കൾച്ചർ പോലെ അറബിക് മന്തി എന്നൊക്കെ പറയല് ഈ ചൈനീസ് ഫുഡ് പോലെ ഇല്ല എന്നർത്ഥം അല്ലേ? അങ്ങനെയില്ല. അതെ. ഓക്കെ, ഇപ്പോൾ അവർക്കുണ്ട് ഒന്ന് ഉള്ളത് ഈ പറഞ്ഞ പോലെ അവിടെ ബർഗറും പിസ്സ ഒക്കെ പറഞ്ഞാൽ ഇവരുടെ ഫുഡ് അല്ലല്ലോ, പിസ്സ ഇറ്റാലിയൻ ആണ്. അപ്പൊ അതൊക്കെ പുറത്തുനിന്ന് വന്നേക്കുന്ന സംഭവങ്ങളാണ്. ഇവർക്കുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ബർഗറും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ. ബാക്കിയൊന്നും ഇവിടത്തെ ഇല്ല, എല്ലാം പുറത്തുനിന്ന് വന്നതാണ്. ഓക്കെ, റമദാനിലേ നമ്മുടെ നാട്ടിലെ ഫുഡ് മിസ് ചെയ്യാറുണ്ടോ? അല്ല, വൈഫ് നന്നായിട്ട് ഇല്ല, സൽക്കരിക്കാറുണ്ടോ? അൽഹംദുലില്ലാ നമുക്കിവിടെ എല്ലാം കിട്ടുന്നുണ്ട്. നാട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അൽഹംദുലില്ലാ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിലൊരു മിസ്സിങ്ങും ഇല്ല. മക്കളൊക്കെ മതപഠനവുമായി ബന്ധപ്പെട്ട് മദ്രസ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അതും എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ പള്ളികളിലും അത് അവൈലബിൾ ആണ്. പക്ഷെ പള്ളികളിൽ റെഗുലർ ഡേയ്സ് ഇല്ല, നമുക്ക് ആഫ്റ്റർ അവേഴ്സേ ഈ മദ്രസ അവൈലബിൾ ഉള്ളൂ. കാരണം മോർണിംഗിലൊക്കെ എല്ലാവരും സ്കൂളിലൊക്കെ പോകുന്നതല്ലേ. അപ്പം അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ചില പള്ളികളിൽ വൈകുന്നേരമൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈൻ മദ്രസകൾ അറേഞ്ച് ചെയ്യാറുണ്ട് ഇവിടെ തന്നെയുള്ള. പിന്നെ ചിലർ നാട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ മദ്രസകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ പല എന്തുമാണ് നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ അൽഹംദുലില്ലാ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ പീസ് റേഡിയോ ശ്രോതാവാണോ ബഷീർക്ക? ഞാൻ എപ്പോഴും കേൾക്കാറില്ല, വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഈ റേഡിയോ കേൾക്കലൊക്കെ വളരെ വിരളമാണ്. അല്ല, മക്കൾക്കുള്ള ഈ മദ്രസയൊക്കെ നമ്മളെ പീസ് റേഡിയോയിലുണ്ട്. ഉണ്ട്. മാഷാ അല്ലാ. ഓക്കെ. പഠന സംവിധാനങ്ങൾ ധാരാളമുണ്ട്. 500 പഠന കോഴ്സ്, അറബി ഭാഷാ പഠന കോഴ്സ്, നമ്മുടെ ഒരു ശരി. കോഴ്സ് ഓപ്ഷൻ തന്നെ നമ്മൾ അതിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ. നിങ്ങൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ അത് പരിചയപ്പെടുത്തി കൊടുത്താൽ വളരെ എന്തായിരിക്കും, അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇൻഷാ അല്ലാ നമുക്കിവിടെ, കാരണം ഇവിടെ ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് മദ്രസ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസ് ഇഷ്ടംപോലെ അവൈലബിൾ ആയതുകൊണ്ട് അവർ പുറത്തുനിന്ന് തന്നെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാനത് ആൾക്കാരോട് പറയുകയും ചെയ്യാം, അതൊരു ഓക്കെ. എക്സ്ട്രാ ഓപ്ഷനായിട്ട് കിടന്നോട്ടെ. ഓക്കെ, ഇന്ന് റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ കൂടുതൽ എൻഗേജ് ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആണ്. റമദാനിലെ ഇന്ന് അങ്ങനെയുള്ളൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അവിടെ ഇപ്പോൾ ജുമ കഴിഞ്ഞോ? എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സമയവും കാര്യങ്ങളൊക്കെ?
ജുമാ കഴിഞ്ഞു. നമുക്കിവിടെ ജനറലി ജുമാ ഒരു 1:30-ക്കാണ് തുടങ്ങാറ്. 1:20 ഖുത്ബ തുടങ്ങും. ഒരു 2 മണിയാകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞ് ഇപ്പൊ 2 മണി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടാണ് ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പൊ നിലവിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വർക്കിംഗ് ഡേ ആണ് എങ്കിലും ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പൊ തൽക്കാലം നമ്മളിത് ചെയ്യുന്നത്. തിരിച്ച് എന്നിട്ട് ഇനി ബാക്കി ഫിനിഷ് ചെയ്യാനുണ്ട്. ഓക്കെ. ഭാഷയൊക്കെ എങ്ങനെയാണ് അവിടെ ഖുതുബയല്ല മൊത്തത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന ടോട്ടലി ഭാഷകൾ? ടോട്ടൽ ഭാഷകൾ നമ്മളെല്ലാം അവനവന്റെ നാടുകളിൽ നിന്നുള്ള ഭാഷകൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഖുത്തുബയുടെ ഭാഷ എപ്പോഴും അറബിക്കുണ്ട് വിത്ത് ഇംഗ്ലീഷ്. അപ്പം ചിലർ ഫുൾ അറബിക്കിൽ ഖുത്തുബ പറഞ്ഞിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ അപ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ നമസ്കാരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ട്രാൻസ്ലേഷൻ കൊടുക്കാറുണ്ട്. ചിലർ രണ്ടും മിക്സ് ചെയ്ത് പറയാറുണ്ട്. ചിലർ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഖുത്ബയിൽ അറബിക്കും സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലീഷും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഖുത്ബ വെറുതെ നമ്മൾ ഒരു കുറച്ച് അറബി ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് അത് മനസ്സിലാകാത്തവർക്ക് വെറുതെ കേട്ടങ്ങോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും നമുക്കിവിടെ ഇല്ല. നമ്മളിങ്ങനെ ഒരു സെന്റേഴ്സ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ശരിക്കും. അപ്പം നമുക്ക് ആ ഒരു ഉത്ബോധനം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ശരിക്കും അത് ഉപകാരപ്പെടുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നത് കൂടെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഖുത്ബയെ മനസ്സിലാകണം എന്നുള്ളത് ഒരു വലിയൊരു ഷർത്ത് തന്നെയാണല്ലോ, അത് വെറുതെ കേട്ടിട്ട് പോകുന്നതല്ലാതെ. അപ്പൊ ആ ഒരു ഇതില് നമുക്ക് ശരിക്കും ഭാഗ്യവാന്മാരാണ് നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉള്ളത്. നാട്ടിലേക്കൊക്കെ എങ്ങനെ വന്നു പോവാറ്? നാട്ടിലേക്ക് ചിലപ്പോൾ വർഷത്തിൽ വരും, ചിലപ്പോൾ 1.5 വർഷം അങ്ങനെയൊക്കെ വരും. ഇപ്പൊ കോവിഡ് ടൈമിൽ മാത്രമാണ് ഒരു 2-2.5 വർഷം ഗ്യാപ്പ് വന്നത്. അല്ലെങ്കിൽ ഒരു 1-1.5 വർഷത്തിൽ എന്തായാലും ഒന്ന് വന്ന് എല്ലാവരെയും വിസിറ്റ് ചെയ്തിട്ട് പോകാറുണ്ട്. ഓക്കെ. അവിടുത്തെ സംസാര ഭാഷ ശരിക്കും ഏതാണ്? സംസാര ഭാഷ ഇംഗ്ലീഷ് തന്നെ, പ്രോപ്പർ ഇംഗ്ലീഷ്. പ്രോപ്പർ ഇംഗ്ലീഷാണ്, അതല്ലാതെ വേറെ ഭാഷകളൊന്നുമില്ല? ഇല്ല, വേറൊന്നുമില്ല. ഓക്കെ. അപ്പോൾ റമദാൻ നല്ല രീതിയിൽ തന്നെ അവിടെ പോകുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. മക്കളുടെ പഠനത്തിന് എങ്ങനെ നമ്മൾ ഇന്ത്യൻ സ്കൂളുകൾ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പുകൾ? ഇല്ല ഇന്ത്യൻ സ്കൂളുകൾ എന്ന് പറഞ്ഞില്ല. ഇവിടെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, പബ്ലിക് സ്കൂളുകളുണ്ട്. പബ്ലിക് സ്കൂൾ തന്നെ നല്ല ഇതുള്ള എന്താ പറയാ നല്ല റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ അത് നല്ല ഫെസിലിറ്റീസ് ഉള്ള പ്രൈവറ്റ് സ്കൂൾ അല്ല പബ്ലിക് സ്കൂളുകളാണ് ഇവിടെ ഉള്ളത് ജനറലി. പിന്നെ പ്രൈവറ്റ് സ്കൂളുകൾ ഇപ്പം നമുക്ക് ഇസ്ലാമിക് സ്കൂൾ സിസ്റ്റം പോലെയുണ്ട്. എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇസ്ലാമിക് സ്കൂൾസ് എന്ന് അവർ പറയുള്ളൂ. അല്ലാതെ ടർക്കിഷ് സ്കൂളൊന്നും പിന്നെ ഇന്ത്യൻ സ്കൂളെന്ന് അങ്ങനെ പറയുന്ന ഒരു പരിപാടിയില്ല. ഇസ്ലാമിക് സ്കൂൾ എന്ന് മാത്രമേ പറയുള്ളൂ. പല കമ്മ്യൂണിറ്റീസ് അത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചേരാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പല നാട് ഇപ്പോൾ ന്യൂസിലാൻഡ്, ഇപ്പോൾ ഓസ്ട്രേലിയ പോലത്തെ ഒരു രാജ്യമാണ്. അവിടെ ഉണ്ടായ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഭീകരാക്രമണങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കാണുന്ന പിന്നെ കണ്ണിൽ ഇങ്ങനെ ഒരു പിന്നെ കാണുന്ന ഒരു രൂപം അവരൊരു ഭീകരവാദി മീൻസ് ഇന്ന് ലോകം പടച്ചു വിട്ട ഒരു പ്രൊപ്പഗണ്ട ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷനോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ അവിടെ ഫീൽ ചെയ്യുക അതല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റീൻ്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അവിടുത്തെ ഒരു അവസ്ഥ? ജനറലി ഇല്ല. ഇവിടുത്തെ ജനങ്ങൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയ ആൾക്കാരാണ്. നോർമൽ ജനങ്ങൾ വളരെ നമ്മളിപ്പോൾ റെഗുലർലി കാണുന്ന സാധാരണ ആൾക്കാർ വളരെ എന്താ പറയുക വളരെ ഹ്യൂമാനിറ്റി ശരിക്കും അവരുടെ ഹൃദയത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് 2010 ഞാൻ സിഡ്നിയിലാണ് വന്നത്. ആദ്യം സിഡ്നിയിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് മെൽബണിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഞാൻ സിഡ്നി ഓപ്പറ ഹൗസ് കാണാൻ പോയപ്പോൾ അവിടെ കറക്റ്റ് അപ്പൊ അസറിന് ടൈം ഏതാണ്ട് തീരാൻ പോവായിരുന്നു. അപ്പൊ അസർ നിസ്കരിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് അപ്പൊ അവിടെ നോർമലി നിന്ന് നമസ്കരിക്കാനുള്ള സിറ്റുവേഷൻ അതുപോലെ ജനമുള്ള സ്ഥലമാണത്. അപ്പൊ അവിടെ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് ഞാൻ നമസ്കരിച്ച്. അപ്പൊ ഇവർക്ക് ഇതെന്താന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുജൂദിൽ ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ഇരുന്നോണ്ട് ഇങ്ങനെ താഴുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ സുജൂദിന്റെ ആ ഒരു പൊസിഷൻ. അപ്പം ഒരാൾ എന്റെ പുറത്ത് വന്നിട്ട് മേറ്റ് ആർ യു ഓക്കെ, അതായത് സഹോദര നിങ്ങൾ ഓക്കെ ആണോ? അത് ഞാനിങ്ങനെ കുനിയുന്ന കണ്ടപ്പോൾ ഇനി വല്ല വേദന കൊണ്ടും കുനിയുന്നതാണോ എന്താണെന്ന് മൂപ്പർക്ക് മനസ്സിലായില്ല. കാരണം ഇരുന്നുകൊണ്ടല്ലേ ചെയ്യുന്നത്, നിന്നുകൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായേനെ. അപ്പൊ അങ്ങനെ വരെ വന്ന് അന്വേഷിക്കുന്ന ആൾക്കാരാണ്. ഏത് നമുക്ക് കുഴപ്പമൊന്നും അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുന്ന കണ്ടപ്പോൾ നോർമലി ഇരിക്കുന്ന കണ്ടപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല, ഇത് വേറെ എന്തുവാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ മൂപ്പരും അതൊക്കെ മിണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ജനറൽ പബ്ലിക് അങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഗസ വോർ തുടങ്ങിയതിന് ശേഷം ഈ ഗസയിലെ കൂട്ടക്കുരുതി ഇവർ നടത്തിയതിന് ശേഷം ഇവിടുത്തെ ഇസ്രായേൽ ലോബി ഭയങ്കര സ്ട്രോങ് ആണ്. ഈ US പോലെ തന്നെ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ് ഇസ്രായേൽ ലോബി. അപ്പൊ അവരുടെ പ്രൊപ്പഗാൻഡ വന്നതിന് ശേഷം ഇവിടെ കുറച്ച് ഇസ്ലാമോഫോബിയ വല്ലാതെ ഇവർ കൂട്ടുന്നുണ്ട് ഇവിടുത്തെ. അതായത് ചെറിയൊരു ജനസമൂഹമേ ഉള്ളൂ, ജനറലി ഇല്ല, വളരെ കുറച്ചായിട്ടുള്ള ഈ റൈറ്റ് വിങ് ആൾക്കാർ അതെല്ലാ രാജ്യത്തും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഭാഗത്തുനിന്നും കുറച്ച് ഇസ്ലാമോഫോബിയ ഇപ്പോൾ വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രം. പക്ഷേ ഗവൺമെന്റ് ആണെങ്കിലും നമുക്ക് സപ്പോർട്ടീവ് ആണ് ആ കാര്യത്തിൽ. ഇസ്ലാമോഫോബിയ രജിസ്റ്റർ ഉണ്ട്, സപ്പോർട്ട് സർവീസസ് ഉണ്ട്, നമുക്ക് കംപ്ലൈന്റ് ലോഡ്ജ് ചെയ്യാം, അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഗസയിലെ ജനോസൈഡിനെ എതിരെ ഓസ്ട്രേലിയൻ പബ്ലിക്കാണ്, അത് ഈവൻ മുസ്ലിം കമ്മ്യൂണിറ്റി ഇറങ്ങുന്നതിലും വളരെ കൂടുതൽ നമ്പറാണ് ഇവിടുത്തെ ഓസ്ട്രേലിയൻ വൈറ്റ് പബ്ലിക് ഇറങ്ങിയിരിക്കുന്നത് ഈ ജനോസൈഡിന് എതിരായിട്ട്. എല്ലാ ആഴ്ചയും നമുക്ക് ആ സമയത്ത് ഇവിടെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പം മാസത്തിൽ ഒന്നാണ് നമ്മളുള്ളത്, അത് നമ്മൾ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. അതിൽ ജനറലി കാണുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിനെക്കാളിലും ഉപരി ഇവിടുത്തെ പബ്ലിക്കാണ് കൂടുതൽ അതിനു വേണ്ടി സപ്പോർട്ടീവായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു ബാധകമല്ല. ജനങ്ങൾ നല്ല ജനങ്ങളാണ് ഇവിടെ ഭൂരിഭാഗവും. അപ്പൊ ആ ഒരു കാര്യത്തിൽ അൽഹംദുലില്ലാ ഇവരുടെ മനസ്സിൽ വിഷം അധികം ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ചെറുതായിട്ടൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ന്യൂസിലൻഡിൽ അന്നുണ്ടായ ഇൻസിഡന്റ് എന്ന് പറയുന്നത് അതൊരു ഓസ്ട്രേലിയക്കാരനാണ് ചെയ്തത്. അതാണ് അതിന്റെ രസം എന്ന് പറയുന്നത്, ന്യൂസിലൻഡുകാരനല്ല. ന്യൂസിലൻഡിൽ നല്ല ആൾക്കാരാണ് പൊതുവേ ഉള്ളത്. ഇയാള് റാഡിക്കലൈസ് ആയിട്ടുള്ള ഒരു വൈറ്റ് സുപ്രീമസിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ഗവൺമെന്റ് അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ജനങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി കെയർഫുൾ ആണ് ആൾക്കാർ. എങ്കിലും കമ്പാരിറ്റീവ്ലി വെൻ യു കമ്പയർ വിത്ത് അമേരിക്ക ഓർ യൂറോപ്പ്, ഇവിടെ ഓസ്ട്രേലിയ ഈസ് മച്ച് മച്ച് ബെറ്റർ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നോമ്പ് നമ്മുടെ കൂടെ തന്നെയാണോ? അതെ അതെ, സെയിം ഡേ തന്നെ നമ്മൾ തുടങ്ങിയത്. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ സമയം ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ 5:30 വാങ്ങി കൊടുക്കും, അവിടെ 5:30 കൊടുക്കും. ഇവിടെ 6:30 കൊടുക്കുക, അവിടെ 8 മണിക്കാണ് 8 കൊടുക്കുക. മണിക്ക് 1.5 മണിക്കൂർ വ്യത്യാസം. അതെ റമദാന്റെ പകല് കൂടുതൽ കിട്ടുന്നുണ്ട് നോമ്പുകാരനായിട്ട്. സമ്മർ ആയതുകൊണ്ട് അതെ അതെ അതെ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നീതിയുടെ ഭാഗമാണല്ലോ. കാരണം നമ്മള് വിന്ററിലായിരിക്കുമ്പോൾ നമുക്ക് നിങ്ങളെക്കാളും സമയം വളരെ കുറവാണ്. അപ്പൊ അത് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് സമ്മറിൽ വരേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവിടെ കിട്ടുന്ന ഇത് ഇവിടെ മിസ്സാവും, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ സംസാരത്തിൽ കുറേ കാര്യങ്ങൾ വന്നു. നമുക്കൊക്കെയും ഈ ശ്രോതാക്കൾക്ക്, നമ്മളിപ്പോൾ റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്കൊക്കെയും കുറേ അറിവുകൾ ഒരു ആസ്ട്രേലിയയെക്കുറിച്ച്, അവിടുത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് വന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. ഒരു അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ വിവാഹങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അവിടുത്തെ ഒരു മുസ്ലിം വിവാഹങ്ങളൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യണത്? എങ്ങനെ നമ്മളിതേപോലെ തന്നെയാണോ? ഏതാണ്ട് ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് ജനറേഷനാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഫസ്റ്റ് ജനറേഷനാണ്. അപ്പം ഞങ്ങൾ കുഞ്ഞു കുട്ടികളുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ ജനിച്ച ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. എന്നെ ഏറ്റവും ഇളയ മോൻ ഇവിടെ ജനിച്ചതാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, നാട്ടിലെ ചുറ്റുപാടിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആകെ 2 പേരുടെ 3 പേരുടെ കല്യാണമേ നമുക്കിവിടെ നടന്നിട്ടുള്ളൂ ഇപ്പം ഇതുവരെ നിലവിൽ. അപ്പം അത് ഒന്ന് കോവിഡ് സമയത്ത് നടന്നതാണ്. അതുകൊണ്ട് അത് എന്നിട്ടും അവർ ചെയ്യാവുന്ന പോലെ മാക്സിമം ചെയ്തു. പിന്നെ രണ്ടാമത്തത് അതിന് തൊട്ട് ശേഷമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ മൂന്നാമത്തത് വളരെ സിമ്പിൾ ആയിട്ടാണ്. അത് നമ്മൾ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ പൊതുവായ ഈ കല്യാണത്തിന്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഈ എക്സ്ട്രാവഗൻസ്, അതായത് ഓവർ സ്പെൻഡിങ്ങും വല്ലാത്ത ധൂർത്ത കാര്യങ്ങള്, ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വരരുതെന്നുള്ള ഒരു നീയത്ത് ഇപ്പൊ നമുക്കൊക്കെ ഉണ്ട്. അപ്പം അൽഹംദുലില്ലാ നമ്മളിവിടുത്തെ ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഇനി അടുത്ത തലമുറ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രമിക്കുന്നുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഇത് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ നമ്മളോട് പറഞ്ഞത്, ആ ഒരു രീതിയിലേക്ക് പതുക്കെ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു കല്യാണം നടന്നത്, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കല്യാണം നടന്നത് പള്ളിയിൽ ഇത് നിക്കാഹ് നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വലീമ അവർ പങ്കെടുത്ത ആൾക്കാർക്ക് മാത്രം അവിടെ തൊട്ടടുത്ത ഒരു ഹോട്ടലിൽ ഫുഡ് അറേഞ്ച് ചെയ്തു. അത് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. കൂടി വന്ന ഒരു 50-60 പേരെ കാണുള്ളൂ ആ ഒരു ഫംഗ്ഷന്. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എല്ലാ മാസവും നമ്മൾ ഈ ആമിയ എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷൻ എല്ലാ മാസവും നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫംഗ്ഷനിൽ എല്ലാവർക്കും അന്നത്തെ ഫുഡ് എല്ലാവർക്കും കയറ്റർ ചെയ്യാനായിട്ട് ഈ കുട്ടിയുടെ പിതാവാണ് അത് ഏറ്റെടുത്തത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വലീമ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ പറഞ്ഞ പോലെ ഓവറായിട്ടുള്ള യാതൊരു കാര്യത്തിന് നമുക്ക് പോകേണ്ടി വന്നില്ല. അൽഹംദുലില്ലാ, അത് കണ്ടതിൽ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഇനി നമുക്ക് കൊണ്ടുപോകാനുള്ള നിയത്തിലാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ മാതാപിതാക്കളും, ഭൂരിഭാഗം മാതാപിതാക്കളും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നല്ലൊരു എന്താ പറയുക, ഒരു മാതൃക കാട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാ. മാഷാ അല്ലാ. പിന്നെ നമ്മളെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും നമ്മളെ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് നൽകാനുണ്ടോ? ശ്രോതാക്കൾക്ക് ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നൽകാനുള്ളത് പറയുന്നത്, ശരിക്കും എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടും ക്രൂരത, ഈ ബുദ്ധിമുട്ടുകൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെ മേൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടക്കുരുതികൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ട്
നമ്മുടെ കൈ കൊണ്ട് തടയാൻ പറ്റുകയില്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് തടയുക, നമ്മുടെ ദുആക്കൾ കൊണ്ട് തടയാൻ ശ്രമിക്കുക. അപ്പൊ ഇത് നമ്മുടെ അവരെ ഒരിക്കലും മറക്കരുത്. എന്തൊക്കെ കഴിഞ്ഞ് സംഭവമാണെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ സ്വർഗീയമായ ഒരു ജീവിതത്തിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളത്, കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും. അപ്പം അവരെ ഒരിക്കലും മറന്നുപോയത് നമ്മുടെ എല്ലാ ദുആക്കളിലും നമ്മുടെ എല്ലാ നമസ്കാരങ്ങളിലും അവരുടെ വിജയത്തിനായും അവരുടെ സന്തോഷത്തിനായും അവരുടെ സമാധാനത്തിനായും നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ റമദാൻ എന്ന് പറയുന്നത് ഈ മാസം, ഇത്രയും പവിത്രമായ മാസം, അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സംഭവത്തിൽ അദ്ദേഹം 3 ആമീൻ പറഞ്ഞ് പൽപ്പറ്റിൽ കയറുന്ന ഒരു മിമ്പറിൽ കയറുന്ന ഒരു സംഭവമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ദുആ പറഞ്ഞ് റസൂലുള്ളാഹി ആമീൻ പറഞ്ഞ കാര്യമാണ്. അതിലൊന്ന് ഇതാണ്, പരിശുദ്ധ റമദാൻ വന്നിട്ട് പാപമോചനം നേടാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ, അവൻ നശിക്കട്ടെ എന്നാണ് ചെയ്തത്, അവർ നാശമുണ്ടാവട്ടെ. റസൂലുള്ളാഹി ആമീനും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് റമദാൻ ഒരിക്കലും ഇത് ഒരു ആഘോഷത്തിന്റെ നാളുകളാക്കാതെ റമദാൻ ഇബാദത്തിന്റെയും അള്ളാഹുമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെയും ഒരു അടുപ്പം നമുക്ക് മുന്നോട്ട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം, ഇബാദത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുക, പടച്ചവനുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഖുർആന്റെ മാസമാണ്, ഖുർആൻ ഇറങ്ങിയ മാസം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. അപ്പൊ ഈ റമദാൻ ഖുർആനുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക, അത് മനസ്സിലാക്കി ഓതാനും, അത് വെറുതെ പാരായണം ചെയ്ത് വിടാതെ അത് മനസ്സിലാക്കി അതിന്റെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് ഫോണുണ്ട്, നമുക്ക് തഫ്സീറുകളുണ്ട്, എല്ലാം ഉണ്ട്. പാരായണം ചെയ്യുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ഈ റമദാനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു റമദാനാക്കി മാറ്റുവാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. ശ്രോതാക്കൾക്ക് റമദാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നന്ദി. ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കോട്ടയം ജില്ലയിലെ ഷിയാഫർ ബഷീർ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും വളരെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ റമദാനിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് നീങ്ങാം ഇൻഷാ അല്ലാഹ്.